എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അപ്പോൾ ഈ ഒരു അപേക്ഷ നൽകാനുള്ള അവസാന തീയതി നീട്ടിയിട്ടില്ല എങ്കിൽ നാളെ വൈകുന്നേരം 5 മണിയോടെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം അവസാനിക്കുന്നതാണ്. അതിനുശേഷം പിന്നീട് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്തായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ വീണ്ടും സമർപ്പിക്കാനോ അല്ലെങ്കിൽ അപേക്ഷയിലുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിനോ സാധിക്കുക. അപ്പോൾ നിലവിൽ മെയ് 20-ാം തീയതിയാണ് വിദ്യാർത്ഥികൾക്ക് +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് നിങ്ങൾ hsk.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയും, ഇപ്പോൾ നിങ്ങൾ നിലവിൽ സ്ക്രീനിൽ കാണുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വെബ്സൈറ്റാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് vhsk.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ എന്താണെന്ന് അറിയാത്ത വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അറിയാനായിട്ട് ഈ ഒരു എന്താണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സ് എന്നുള്ളത് പറയാം. അതായത് സാധാരണ ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ ഒരു സബ്ജക്ട്സും കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുകയുള്ളൂ, അല്ലാതെ ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നും പഠിപ്പിക്കില്ല. അതേസമയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആണെങ്കിൽ നിങ്ങൾ ഏതൊരു കോഴ്സ് എടുക്കുന്ന സമയത്തും നിങ്ങൾക്ക് അതോടൊപ്പം ഏതെങ്കിലും ഒരു തൊഴിലധിഷ്ഠിതമായിട്ടുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് സംരംഭകത്വ വികസനം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് സംരംഭകനാകാൻ എന്തൊക്കെ വേണം എന്ന് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു സബ്ജക്റ്റ് കൂടി ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ കോഴ്സുകളോടൊപ്പം പഠിപ്പിക്കും. അതുപോലെ തന്നെ ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ കൊമേഴ്സ് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ വിവിധ തരത്തിലുള്ള കോഴ്സുകളുണ്ട്. എന്നാൽ ഈ ഒരു സയൻസ് ആണെങ്കിൽ സയൻസിൽ തന്നെ ഗ്രൂപ്പ് എ കോഴ്സ് ഉണ്ട്. ഗ്രൂപ്പ് എ എന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് വരിക. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് എ കോഴ്സാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ, അതായത് സയൻസ് വിഷയങ്ങളായിട്ടുള്ള ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇവ ഉള്ള സബ്ജക്റ്റ് ആണ് ആ ഒരു വൊക്കേഷണൽ കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ, അതായത് ഈ ഒരു +2-ന് ശേഷം എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പ് ബി കോഴ്സ് ഉണ്ട്. ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ് വരിക. അപ്പോൾ ഈ ഒരു ബയോളജി വരുന്നത് കൊണ്ട് തന്നെ മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതായത് നീറ്റ്, UG ഇതുപോലുള്ള പരീക്ഷയൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ബി കോഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡീഷണൽ ആയിട്ട് സ്കോൾ കേരളയുടെ മാത്തമാറ്റിക്സ് കൂടി പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങളോട് ഈ ഒരു ഗ്രൂപ്പ് ബിയിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്, ഗ്രൂപ്പ് ബി കോഴ്സിലാണ് അഡ്മിഷൻ കിട്ടിയതെങ്കിൽ നിങ്ങളോട് ഈ ഒരു അഡീഷണൽ മാത്തമാറ്റിക്സ് പഠിക്കുന്നുണ്ടോ എന്നുള്ളത് അഡ്മിഷൻ സമയത്തോ അല്ലെങ്കിൽ ക്ലാസ്സുകൾ ആരംഭിച്ച സമയത്തോ നിങ്ങളോട് ചോദിക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു വിദ്യാർത്ഥികളോട് ചോദിക്കുന്ന സമയത്ത് ആ ഒരു അഡീഷണൽ മാത്സ് കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാധാരണ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഈ ഒരു ബയോളജി സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ സെയിം എലിജിബിലിറ്റി ആവും. അതായത് ആ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതാം, അതായത് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാം, നഴ്സിംഗിന് പോകാം, ഈ ഒരു രീതിയിലുള്ള ആ ഒരു കാര്യം ചെയ്യാം. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാം, അതുപോലെ ആർക്കിടെക്ചർ ഫീൽഡിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഫീൽഡുകളിലൊക്കെ ഈ ഒരു ഗ്രൂപ്പ് ബി കോഴ്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് അഡീഷണൽ മാത്സ് കൂടി പഠിക്കുകയാണെങ്കിൽ ഈ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് കൂടി പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു വൊക്കേഷണൽ കോഴ്സ് എന്ന് പറയുന്നത്, അതായത് ഗ്രൂപ്പ് ബി കോഴ്സ് എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളും അതുപോലെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യം, വിദ്യാർത്ഥികൾക്ക് അതായത് ഹയർ സെക്കൻഡറിയിലും അതുപോലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടിലും അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിലാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക. അതായത് ഒന്നുകിൽ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം 5 മണിക്കുള്ളിൽ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു vhsk.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. സ്വന്തമായിട്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാം. അപ്പോൾ മാനുവൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്നുള്ള ലിങ്ക് വഴി, അതായത് ഇതൊരു PDF ലിങ്കാണ്, ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കാം എന്നത് സംബന്ധിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിൽസും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.